കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകൊണ്ട് സമസ്ത മേഖലയിലും ഇന്ത്യയെ പിന്നോട്ടടിപ്പിച്ച സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടേതെന്ന് കേരള കർഷക സംഘം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ്.കെ. പ്രീജ ചെറുവത്തൂർ തിമിരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കർഷക സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. കടക്കെണിയിലുള്ളവർക്ക് ആശ്വാസമായി കേരളത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്ന കടാശ്വാസ കമ്മീഷനെ തന്നെ ഇല്ലാതാക്കാൻ UDF ശ്രമിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് എസ്.കെ. പ്രീജ ആരോപിച്ചു. ക്ഷേമ പദ്ധതികളെ ഇല്ലാതാക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കർഷക കടാശ്വാസ കമ്മീഷൻ എന്നത് സ്വായത്തമാക്കിയ ഗവൺമെന്റ് ആയിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിൽ നിന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റാണ്. നോക്കൂ, കർഷക കടാശ്വാസ കമ്മീഷന്റെ ഭാഗമായി ഞാനും നിങ്ങളും എത്രയോ സാധാരണപ്പെട്ടവന്റെ സർവീസ് സഹകരണ ബാങ്കുകളിൽ നിന്നും എടുത്ത വായ്പകൾക്ക് എന്ത് ഇളവുകൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും കർഷക സംഘത്തിന്റെ പ്രകൃതി ഒരാൾ ആ കർഷക കടാശ്വാസ കമ്മീഷൻ അംഗമായി എന്നതിന്റെ ഭാഗമായി തന്നെ നമുക്ക് നന്നായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ആളുകൾക്കും 10-15 ലക്ഷം വായ്പകൾ എടുത്ത ആളുകൾക്ക് കടാശ്വാസ കമ്മീഷന്റെ സിറ്റിംഗിൽ പങ്കെടുത്ത് അവിടെ നിന്നും ഒരു പേപ്പർ വന്നാൽ അവിടെ എത്തപ്പെട്ട് കഴിഞ്ഞാൽ ചില ഇടപെടലിന്റെ എല്ലാം ഭാഗമായി നല്ല ഇളവുകൾ ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രദേശത്തും ലഭിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇടപെട്ടവർക്ക് തീർച്ചയായും അതറിയുവാൻ കഴിയും. അങ്ങനെ പാവപ്പെട്ട കർഷകൻ എടുക്കുന്ന ലോണുകൾക്ക് കടാശ്വാസ കമ്മീഷൻ വഴി ഇളവുകൾ ലഭിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ച് സമഗ്രമായി കടാശ്വാസ കമ്മീഷൻ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഈ ഗവൺമെന്റ് ആ പ്രവർത്തനത്തെ പറ്റി ഒന്നും മിണ്ടുന്നില്ല. ആ പ്രവർത്തനവും അവസാനിപ്പിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. 2 ദിവസങ്ങളിലായി ചെറുവത്തൂർ തിമിരി ബാങ്ക് ഓഡിറ്റോറിയത്തിലെ പി. പത്മനാഭൻ മാസ്റ്റർ നഗറിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കർഷക സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പി. ജനാർദ്ദനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ മാധവൻ മണിയറ, വത്സൻ പനോളി, CH കുഞ്ഞമ്പു, KR ജയാനന്ദ, PR ചാക്കോ, M രാജഗോപാലൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. ഹൈടെക് കൂൺ കൃഷിയിൽ സംസ്ഥാന കർഷക അവാർഡ് നേടിയ കാഞ്ഞങ്ങാട്ടെ സച്ചിൻ ജി പൈ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലെ അഗ്രി സെന്റർ കർഷക കൂട്ടത്തിലെ ബ്ലോക്ക് ADA കെ. ബിന്ദു, സെക്രട്ടറി കെ. പ്രസന്ന, TV തങ്കമണി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. കാസർഗോഡ് ജില്ലയിലെ 12 ഏരിയകളിൽ നിന്നായി 250 പ്രതിനിധികളും 40 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സൗഹാർദ്ദ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഓഗസ്റ്റ് 13 നടക്കുന്ന സമാപന പൊതുസമ്മേളനം കർഷക സംഘം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ 5000-ൽ പരം പേർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.